കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം അത് CPM-ന്റെ പാർട്ടി ഗ്രാമമാണ്. സാധാരണ സംപൂജ്യരാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസ്. കഴിഞ്ഞ തവണ ഇടവേളയ്ക്ക് ശേഷം ഒരു സീറ്റിൽ മാത്രം വിജയിച്ചു. അവിടെയാണ് കോൺഗ്രസ് സ്ഥാപിച്ച ഗാന്ധി സ്തൂപം CPM പ്രവർത്തകർ തകർത്ത് കളഞ്ഞത്. വീണ്ടും നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും അത് തകർത്തു. യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി സനീഷിന്റെ വീടിനോട് ചേർന്നായിരുന്നു സ്തൂപം ഒരുക്കിയിരുന്നത്. സനീഷിന്റെ വീടിന് നേരെ ആക്രമണവും ഉണ്ടായി. കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ചിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഫ്ലെക്സ് തകർത്തു എന്നതാണ് പ്രകോപന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സ്തൂപം തകർത്തതിന് പിന്നാലെ പിറ്റേന്ന് യൂത്ത് കോൺഗ്രസ് അടുവാപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇത് CPM പ്രവർത്തകർ തടയുകയും ചെയ്തു. ഇതോടെയാണ് മേഖലയിൽ സംഘർഷാന്തരീക്ഷം മൂർച്ഛിച്ചത്. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട ജാഥയിലും ഇരുപക്ഷവും തമ്മിൽ സംഘർഷമുണ്ടായി. ജാഥയ്ക്കിടെ രക്തസാക്ഷി ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്ന പ്രകോപന മുദ്രാവാക്യവും ഉയർന്നതോടെ കണ്ണൂരിന്റെ അന്തരീക്ഷം വീണ്ടും മോശമാവുകയാണ്. കണ്ണൂർ വീണ്ടും സംഘർഷഭരിതമാകുമ്പോൾ കണ്ണൂർ മലപ്പട്ടം പദയാത്രയിലെ ഈ പ്രകോപന മുദ്രാവാക്യം വിളിച്ച 6 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയൊരു വിവരം. ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മനഃപൂർവ്വം ലഹള ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രകോപന മുദ്രാവാക്യം വിളിച്ചു. അങ്ങനെയാണ് FIR-ൽ പറയുന്നത്. അതേസമയം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഭീഷണിയുമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ണൂരിൽ കാണുകയാണ്. ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ നിങ്ങൾക്കൊരു പുഷ്പചക്രം ഒരുക്കും എന്നതാണ് രാഗേഷിന്റെ ഭീഷണി. ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല, അത് വേണമെങ്കിൽ ഇനിയും എടുക്കും. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ആ കത്തിയെടുത്തിലേക്ക് വന്നോക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഇവിടെ കരുതി വെക്കും. മനസ്സിലാക്കില്ല. CPM സ്ഥാപിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു ബോർഡ് ചവിട്ടിപ്പൊളിച്ചാൽ പിന്നെ ഒരല്പം ചിന്തിക്കേണ്ടി വരും. നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അത്രയേ ഉള്ളൂ. ഇമാതിരി പണിക്ക് പോകരുത്. വലിയ പ്രകോപനമാണ്, കൊലവിളിയാണ് നമ്മുടെ നാട്ടിൽ കണ്ണൂരിൽ ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. KK രാഗേഷിൽ തീരുന്നില്ല. കണ്ണൂർ അടുവാപ്പുറത്ത് ഇനി ഗാന്ധി സ്തൂപം ഉണ്ടാക്കാൻ മെനക്കെടേണ്ട എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും. CPM ജില്ലാ സെക്രട്ടറി അംഗം PV ഗോപിനാഥ്. യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുക്കളയിൽ പോലും സ്തൂപം നിർമ്മിക്കാൻ നിൽക്കേണ്ടതില്ല. പ്രദേശത്തെ ബാലസംഘം കുട്ടികൾ വിചാരിച്ചാൽ സനീഷ് വീടിന് പുറത്തിറങ്ങില്ല എന്നും ഗോപിനാഥിന്റെ ഭീഷണിയുണ്ട്. സനീഷ് എന്തോ എക്സ് മിലിറ്ററിക്കാരൻ, മിലിറ്ററിയും ഒക്കെ പിരിഞ്ഞു വന്ന് മലപ്പട്ടത്ത് കോൺഗ്രസ് ഉണ്ടാക്കി കളിയാം, ഈ നാടിനെ അങ്ങ് വറപ്പിച്ച് കളയാമെന്നാണ് ധരിക്കുന്നെങ്കിൽ നിന്റെ അച്ഛൻ സദാനന്ദം വിചാരിച്ച് കടന്നിട്ടില്ല. നിന്റെ അച്ഛന്റെ പണി ഇത് തന്നെയായിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരെയാണ് ഞങ്ങള്. എന്താ സദാനന്ദന്റെ പണി? അന്ന് ഞങ്ങൾക്കേറെ കള്ളക്കേസും നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള പണിയെല്ലാം എടുത്തുള്ള സദാനന്ദൻ. ആ സദാനന്ദനെ നിലക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ സനീഷ് നിന്നെ എല്ലാം നിലക്ക് നിർത്താൻ ഞങ്ങളെ ബാലസംഘം കുട്ടികളുമായി. വാക്കുകളിൽ മാത്രമല്ല ഈ പ്രകോപനം. കണ്ണൂരിൽ ഇന്നും വലിയ പ്രകോപന അന്തരീക്ഷം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തു. SFIയുടെ പ്രതിഷേധ മാർച്ചും അതിനിടയിൽ ഇന്ന് കണ്ണൂരിൽ അക്രമാസക്തമാവുകയായിരുന്നു. കോൺഗ്രസിന്റേതെന്ന് കരുതി കോൺഗ്രസ് വിമതൻ PK രാഗേഷിന്റെ സംഘടന സ്ഥാപിച്ച കൊടിമരമാണ് പക്ഷേ SFI പ്രവർത്തകർ പിഴുതെടുത്തത്. ആ ദൃശ്യങ്ങളാണിത്. അതിന്റെ തളിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇർഷാദിന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ അക്രമികൾ തകർക്കുകയായിരുന്നു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. ഇർഷാദിന്റെ പിതാവിനെ കയ്യേറ്റം ചെയ്തു എന്നൊരു പരാതി കൂടി അവിടെ നിന്ന് ഉയരുന്നുണ്ട്. കണ്ണൂരിലെ സാഹചര്യം എന്താണ്? ഫെലിക്സ് ആ വിവരങ്ങൾ അവിടെ നിന്ന് സമഗ്രമായിട്ട് നൽകും. വീണ്ടും കണ്ണൂർ അക്രമാന്തരീക്ഷത്തിലേക്ക് പോവുകയാണോ? കൊലവിളി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ കണ്ണൂരിന്റെ രാഷ്ട്രീയം ഏത് നിലയിലാണ് എന്ന് ഫെലിക്സ് ആ വിവരങ്ങൾ നൽകും. കണ്ണൂരിലെ CPM-ന്റെ പാർട്ടി ഗ്രാമമാണ് മലപ്പട്ടം. ഒരുപക്ഷെ പ്രതിപക്ഷമില്ലാത്ത ഒരു നാടെന്ന് കൂടി പറയാം. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഒരു സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുന്നത്. അതിനു മുൻപ് വളരെ കാലം മുമ്പാണ് അവിടെ കോൺഗ്രസിന് അതിനു മുൻപ് ലീഗിന് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊരു സ്ഥലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ അത്രയും വലിയ ശക്തി കേന്ദ്രത്തിലാണ് കോൺഗ്രസ് ഇങ്ങനൊരു ജാഥ നടത്തുന്നത്. അവിടെ K. സുധാകരൻ വരുന്നു, രാഹുൽ മാങ്കൂട്ടം വരുന്നു, കാൽനട ജാഥ നടക്കുന്നു.
അപ്പോൾ സ്വാഭാവികമായും അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണം നൽകേണ്ടി വരുന്നു എന്നതാണ്. കാരണം ആ ശക്തി കേന്ദ്രത്തിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ അതേ നാണയത്തിൽ അതിൽ കുറച്ചുകൂടി രൂക്ഷമായി പ്രതികരിക്കണമെന്ന് നേതാക്കൾ കരുതിയതുകൊണ്ടാകാം പുഷ്പചക്രത്തെക്കുറിച്ചൊക്കെ ഈ പ്രസംഗത്തിൽ KK രാഗേഷിനെ പോലെ ജില്ലാ സെക്രട്ടറിക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നത്. ഏതായാലും ഇപ്പോൾ പ്രദേശത്ത് ഈ പറയുന്ന രീതിയിൽ വലിയ പോലീസ് സന്നാഹം പലയിടങ്ങളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പട്ടത്ത് ആരംഭിച്ച ഈ സംഘർഷം അത് അവിടെ മാത്രം നിൽക്കുന്നില്ല എന്നതാണ്. തളിപ്പറമ്പിലും മറ്റിടങ്ങളിലേക്കുമൊക്കെ തന്നെ ഈ സംഘർഷം വ്യാപിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സംഘർഷബാധിത അല്ലെങ്കിൽ സാധ്യതയുള്ള മേഖലയിൽ ശക്തമായ പോലീസ് വിന്യാസം വേണം എന്താണ് ഇവരും പറയുന്നത്. അതിൽ ഒരു കാലത്തിന് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ CPM-ഉം കോൺഗ്രസും ഒരേ രീതിയിൽ പോർവിളി നടത്തുകയും അത് കയ്യാങ്കളിയിലേക്ക് പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് നേതാക്കൾ ഇതിൽ ഒരു സംയമനം പാലിച്ചാൽ മാത്രമായിരിക്കും അണികളും പിൻവാങ്ങി നിൽക്കുക. ഏതായാലും സംഘർഷ സാധ്യതയുള്ള മേഖലയിൽ ഇപ്പോഴേതായാലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫെലിക്സ് വിശദീകരിച്ചതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂർ സംഘർഷഭരിതമായി മാറുന്നത്. ഒരു തീപ്പൊരി മതി കാര്യങ്ങൾ കൈവിട്ടു പോകാനെന്ന് പലപ്പോഴും നമ്മൾ കണ്ണൂരിൽ കണ്ടിട്ടുണ്ട്. തല അറുത്ത് മാറ്റുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ പട്ടിക അത് കണ്ണൂർ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ചരിത്രത്തിൽ എമ്പാടും അത് കാണാം. ആ ചോരക്കറ മായ്ച്ചു കളയാൻ എല്ലാവരും പൊതുവിൽ ശ്രമിക്കണമെന്ന ആഹ്വാനമൊക്കെ ഉണ്ടാകുന്നതിന് ഇടയിലാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം പ്രധാനപ്പെട്ട നേതാക്കളുടെ തന്നെ ഭാഗത്തു നിന്ന് കൊലവിളി ഉണ്ടാകുന്നത്. ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പുഷ്പചക്രം വയ്ക്കാമെന്നും താൻ ഇനിയും കണ്ണൂരിൽ വരുമെന്നും രാഹുൽ പറയുന്നു. ധീരജ് കൊലക്കേസിൽ കോൺഗ്രസിന് പങ്കില്ല. എന്തുകൊണ്ട് കൊലക്കത്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല? ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ പുഷ്പചക്രം ഒരുക്കുമെന്ന KK രാഗേഷ് ഭീഷണിക്കാണ് ഈ മറുപടികൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന്. ഞാൻ ഇനിയും വരും കണ്ണൂരിൽ. അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എൻ്റെ നെഞ്ചത്ത്. ജനിച്ചാൽ എന്നായാലും മരിക്കണം. അത് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. KK രാഗേഷ് പുഷ്പചക്രമായിട്ട് വരട്ടെ. ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ വർത്താനാണോ പുഷ്പചക്രം വെക്കുമെന്ന് പറയുന്നത്? കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചരിത്രം നെഞ്ചെടുപ്പോടെയാണ് നമ്മളെല്ലാവരും ഓർമ്മിക്കുന്നത്. വീണ്ടും തുടങ്ങിയ വെല്ലുവിളി രാഷ്ട്രീയത്തെ പക്വതയോടെയാണോ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പ്രമ്പിൽ ചേർന്നുണ്ട്. അമൽ, CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ കണ്ണൂർ അസ്വസ്ഥമാകുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? അതോ ഈ വാക്പോരിൽ അഭിരമിച്ച് കഴിയുകയാണ് നേതൃത്വം? അമൽ, ആ വിവരങ്ങൾ നൽകും. നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് വാട്സപ്പ് സ്റ്റാറ്റസുകൾക്കും സോഷ്യൽ മീഡിയ റീലുകൾക്കുമായി നടത്തുന്ന പ്രസംഗം പോലെ തോന്നിപ്പിക്കുന്നു. വെല്ലുവിളികളൊക്കെ ഒരു വെല്ലുവിളി ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിന് മറുപടി നൽകുന്നത് അതിലും തീവ്രമായി ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രവർത്തകരെ തൃപ്തിപ്പെടുത്തും വിധമായിരിക്കണം എന്നുള്ള തരത്തിലാണ് ഓരോരുത്തരുടെയും പ്രതികരണം ഉണ്ടാകുന്നത്. കണ്ണൂരിൻ്റെ ചോരക്കള രാഷ്ട്രീയം കേരളം പലവട്ടം കണ്ടതാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ച് കണ്ടാൽ മതി എന്ന് കേരളം പ്രാർത്ഥിച്ചതാണ്. അങ്ങനെയുള്ള നാട്ടിൽ കഴിഞ്ഞ കുറേ കാലമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങ് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ അവിടെ ഒരു സ്തൂപം തകർക്കപ്പെടുന്നു. അതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടാകുന്നു. പരിപാടിയിൽ കെ സുധാകരന്റെയും രാഹുലിന്റെയും പ്രകോപന പ്രസംഗങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് അവിടെ സംഘർഷം ഉണ്ടാകുന്നു. പിന്നീട് തുടർച്ചയായി കണ്ണൂരിൽ സംഘർഷം ഉണ്ടാവുകയാണ്. സംഘർഷം മാത്രമല്ല, ഈ പ്രവർത്തകരുടെ ചോരയ്ക്ക് തീ പിടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടാവുകയാണ്. അത് എത്രത്തോളം ഔചിത്യം ഉള്ളതാണ് എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്. പ്രകോപന മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിൽ ഉണ്ടാകുന്നു. നേരത്തെ കണ്ണൂരിൽ വീണു മരിച്ച ആളുകളുടെ എണ്ണവും അതോടൊപ്പം തന്നെ കണ്ണൂരിൽ കെ സുധാകരന് നേരെ ഉണ്ടായ ആക്രമണവും ജയരാജന്മാർക്ക് നേരെ ഉണ്ടായ ആക്രമണവും അങ്ങനെ തുടങ്ങി പാർട്ടി ഓഫീസുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണമൊന്നും ആരും മറന്നിട്ടില്ല. സേവറി ഹോട്ടലിൽ ബോംബ് വീണ കാലം ആരും മറന്നിട്ടില്ല. കോഓപ്പറേറ്റീവ് പ്രസിൽ ആ ബോംബ് വീണ കാലം അധികം മറക്കാറായിട്ടില്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉള്ള സ്ഥലമാണ്. അവിടെയാണ് വീണ്ടും ഇങ്ങനെ ഒരു കലാപത്തിന് തിരികൊളുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ സ്തൂപം സ്ഥാപിക്കുക തന്നെ ചെയ്യും, തടയാൻ പറ്റുമെങ്കിൽ തടയുക തുടങ്ങിയ പ്രസ്താവനകൾക്ക് ഇങ്ങനെ വരികയാണ്. ഇതൊക്കെ പ്രവർത്തകരിൽ ആവേശമാണോ ഉണ്ടാക്കുക, അതോ അതും കടന്ന് അതിൽ കടന്ന് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു പ്രകോപനമായി മാറുകയാണോ എന്നുള്ളതാണ് കാണേണ്ടത്. നിലവിൽ എന്തായാലും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കുറച്ചുകൂടി പക്വമായ പരാമർശങ്ങളും പ്രതികരണങ്ങളും വേണം എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്.